ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്റെ പ്രതികരണം സ്പെൻസർ കോശി അച്ഛന്റെ പ്രസംഗമാണ്. അച്ഛൻ മലങ്കര ഓർത്തഡോക്സ് സഭ കൊട്ടാരക്കര ഭദ്രാസനത്തിലെ ആസ്ഥാന സുവിശേഷ പ്രാസംഗികനാണ്. പണ്ട് നമ്മുടെ നാട്ടുരാജാക്കന്മാരുടെ കാലത്ത് ആസ്ഥാന കവിയും ആസ്ഥാന കാതികരും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെയുള്ള ഭദ്രാസന ആസ്ഥാന പ്രഭാഷകനൊന്നും അല്ലെങ്കിലും ഓടി നടന്ന് പ്രഭാഷണം നടത്തുന്ന ഒരു പ്രഭാഷകനാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വിചാരം അദ്ദേഹം നല്ലൊരു പ്രഭാഷകനായിരിക്കും എന്നാണ്. അങ്ങനെ ഒരാൾ ധരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് മറ്റുള്ളവർക്ക് കൂടി അങ്ങനെ ഒരു ധാരണ വേണം. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ മാതൃ ഇടവകയാണ് കോട്ടപ്പുറം മാർ ഇഗ്നാത്യോസ് ഓർത്തഡോക്സ് പള്ളി, സെമിനാരി പള്ളി എന്നും അറിയപ്പെടും. അവിടെ ഇപ്പോൾ പള്ളിപ്പെരുന്നാൾ നടക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി വൈകുന്നേരങ്ങളിൽ സുവിശേഷ പ്രസംഗം അല്ലെങ്കിൽ ധ്യാന പ്രസംഗം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പ്രഭാഷണം സ്പെൻസർ കോശി അച്ഛനായിരുന്നു. അച്ഛൻ തന്റെ പ്രസംഗ മധ്യേ അദ്ദേഹം പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ നമ്മളെ പലരും ആക്ഷേപിക്കും, പരിഹസിക്കും, സൈബർ ആക്രമണം നടത്തുന്നുവെന്നൊക്കെ. അങ്ങനെ ചെയ്യുന്നവരെ നമ്മൾ ചേർത്ത് നിർത്തണം, അവരെ തള്ളിക്കളയുകയല്ല വേണ്ടത്. അച്ഛൻ ഇത് പറഞ്ഞപ്പോൾ അച്ഛന്റെ മുന്നിൽ ഇത് കേട്ടുകൊണ്ടിരുന്ന പലരുടെയും നെറ്റി ചുളിഞ്ഞു. ആകെ മൊത്തം 19 പേരിൽ താഴെ ഉണ്ടായിരുന്നു. അവരിൽ ചിലരെ നോക്കി ഇങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ എന്ത് പെർഫെക്റ്റ് ആണെന്ന് അവരൊക്കെ ചിന്തിച്ചു പോയി. അച്ഛൻ പറഞ്ഞത് ശരിയാ, അത് തെറ്റല്ല. സാധാരണക്കാരൻ കീറിയ കളസം ഇട്ടാൽ ട്രൗസറും, പണക്കാരൻ അത് ഇട്ടാൽ ബർമുട വാണച്ചോ, അങ്ങനെയല്ലേ? സോഷ്യൽ മീഡിയയിൽ അതായത് വാട്സാപ്പുകളിൽ വരുന്ന അല്ലെങ്കിൽ അതിലെ ഗ്രൂപ്പുകളിൽ വരുന്ന കമന്റുകൾ പലരും അവരുടെ അഭിപ്രായങ്ങളാണ്, അതാണ് കുറിക്കുന്നത്. അത് ചിലരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതാകാം, ചിലപ്പോൾ കുറ്റപ്പെടുത്തുന്നതാകാം, ചിലരൊക്കെ അച്ഛൻ പറഞ്ഞതുപോലെ പരിഹസിക്കുകയും തെരുവിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാകാം. അതെല്ലാം ഓരോരുത്തരുടെ മനോധർമ്മം പോലെ ഇരിക്കും, അപ്പോഴത്തെ മൂഡ് പോലെ ഇരിക്കും, അപ്പോഴത്തെ മാനസികാവസ്ഥ പോലെ ഇരിക്കും. അച്ഛൻ വാട്സാപ്പൊക്കെ ഉപയോഗിക്കാറില്ലേ? ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ആ വാട്സാപ്പിൽ അച്ഛൻ അഭിപ്രായങ്ങൾ എഴുതാറില്ലേ? ഓ, മറന്നു, കൈ ചൂണ്ടി ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് ചെല്ലുന്നില്ലല്ലോ. അത് വഴി ചൂണ്ടി കാണിക്കുക മാത്രമല്ലേ ഉള്ളൂ. അടൂരിൽ നിന്നും പത്തനംതിട്ടയ്ക്ക് ആരോ മാർക്ക് വരച്ച് ഒരു കൈ ചൂണ്ടി ഇരിപ്പുണ്ട്. ആ കൈ ചൂണ്ടി ഒരിക്കലും പത്തനംതിട്ടയിൽ പോകുന്നില്ലല്ലോ. പ്ലാറ്റ്ഫോമിൽ ആർക്കും പ്രസംഗിക്കാം. ആ പ്രസംഗകൻ അതുപോലെ ആയിരിക്കണമെന്ന് ആരും ശഠിക്കരുത്. അച്ഛൻ വൈദികരുടെ ഒരു ഗ്രൂപ്പിൽ പ്രകോപനപരമായ ഒരു ശബ്ദ സന്ദേശം ഇട്ടത് എനിക്കറിയാം. ആ സന്ദേശം പങ്കുവച്ചിട്ട് വിദേശത്തേക്ക് പോയി. പിന്നെ മാസങ്ങൾ കഴിഞ്ഞാണ് തിരിച്ചു വന്നത്. ഒരുപക്ഷെ അച്ഛൻ അത് ഓർമ്മ കാണില്ല, ഓർക്കുന്നവരുണ്ടാകാം. അച്ഛൻ പ്രസംഗിച്ചപ്പോൾ ചിലപ്പോൾ അത് ഓർത്തവരും കേൾവിക്കാരുടെ ഇടയിൽ ഉണ്ടായിരിക്കാം. ചിലരൊക്കെ സർക്കാരിന്റെ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്നവരുണ്ട്. അവരിൽ ചിലർ 1-2 ആഴ്ച ഒരു ഷോർട്ട് ട്രിപ്പുമായി രാജ്യം വിട്ടു തന്നെ പോകും. സാധാരണ ലീവ് എടുത്തുകൊണ്ടും ഡിപ്പാർട്ട്മെന്റ് അധികാരികളുടെ പെർമിഷനും ഒക്കെ വാങ്ങിയിട്ടായിരിക്കും പോകാറുള്ളത്. അങ്ങനെ പോകാവൂ, അതാണ് ചട്ടം. പക്ഷെ ആ ചട്ടമൊക്കെ ലംഘിച്ച് വിദേശത്ത് പോയിട്ട് തിരിച്ചു വന്ന് ഹാജർ ബുക്കിൽ നിരത്തി പിടിച്ച് ഒപ്പുവെച്ചിട്ടുള്ള ചിലരെയൊക്കെ എനിക്കറിയാം. അത് തെറ്റല്ലേ? ഈ ശമ്പളം കൊടുക്കുന്നത് പൊതു ഖജനാവിൽ നിന്നല്ലേ? അപ്പോൾ ജനങ്ങളെ അല്ലേ കബളിപ്പിക്കുന്നത്? അങ്ങനെയുള്ള കാട്ടുകള്ളന്മാരെ എന്താണ് നമ്മൾ വിളിക്കേണ്ടത്? ഇതൊക്കെ ചിലപ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്കൊക്കെ ദേഷ്യമുണ്ടാകും, അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് അവരെയൊക്കെ ചേർത്ത് നിർത്തണം. നല്ലത് തന്നെയാണ്, അവരെയൊക്കെ ചേർത്ത് നിർത്തണം. പിന്നെ ഞങ്ങളുടെ വികാരി, അദ്ദേഹം ഭദ്രാസനത്തിന് മാത്രമല്ല മലങ്കര സഭയ്ക്ക് തന്നെ മാതൃകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് അധികം താമസിയാതെ തന്നെ പ്രതികരിക്കാനുണ്ട്. ഇത് കേൾക്കുന്ന സ്പെൻസർ കോശി അച്ഛ, എന്നോട് വിരോധമൊന്നും തോന്നത്തില്ലെന്ന് എനിക്കറിയാം. അച്ഛൻ ചേർത്ത് നിർത്തത്തേ ഉള്ളൂ. കാരണം അച്ഛൻ അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഞാൻ ഒരിക്കലും അച്ഛനെ തെറി വിളിക്കുകയോ അല്ലെങ്കിൽ പരിഹസിക്കുകയോ ചെയ്തതല്ല. അച്ഛനപ്പോൾ എന്നെ ചേർത്ത് നിർത്തും. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ലാൽ സലാം.